ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എഗെയിൻ നമ്മളൊരു മലയാളം വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. സോ ഈ ഒരു മൂവിയുടെ ഹിന്ദി തമിഴ് എന്താ പറയുക വീഡിയോസ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി അതിലും ചെയ്യാം. ഓക്കെ, ചെയ്യുന്നതാണ്, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഞാനൊരു മൂവി സജഷനാണ്. ഓക്കെ, മൂവി സജഷനായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇപ്പോൾ കുറച്ച് ദിവസമായി കുറച്ച് ദിവസമൊന്നും ആയിട്ടില്ല. ഇംഗ്ലീഷ് മൂവീസ് തന്നെയാണ് ഇപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും പറയാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഒരു 2005 റിലീസായിട്ടുള്ള ഒരു മൂവീനെ കുറിച്ചാണ് ഇനി ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഈ മൂവി കണ്ടത്, ഒരു ചാനലിൽ കണ്ടതാണ്. സോ കണ്ടപ്പോൾ എനിക്ക് അതിലെ ആക്ഷൻ സീക്വൻസസ് വളരെ സൂപ്പറായിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ആക്ഷൻ ഫാൻറ്റസി ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാൻ ഒരു 95% ചാൻസ് ഉള്ളൊരു മൂവിയാണ്. സോ അതുകൊണ്ട് ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ മൂവിയെ കുറിച്ച് പറയാം. സോ 2005 ഈ മൂവി റിലീസ് ആയിട്ടുള്ളത്. ആക്ഷൻ ഫാൻറ്റസിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് ഇത് 20th Century Studios ആൻഡ് ഫിലിം ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 കമ്പനീസാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിനി മൂവി നെയിം പറയാം. മൂവി നെയിമാണ് ഞാൻ എപ്പോഴും വിട്ടുപോകുന്നത്. അപ്പോൾ മൂവിയുടെ നെയിം ഇലക്ട്ര എന്നാണ്. ഇലക്ട്ര. ബട്ട് നിങ്ങൾ വിചാരിക്കരുത്, മലയാളത്തിലും നമ്മുടെ നയൻതാര മാമിൻ്റെ ഒരു മൂവി ഉണ്ട്, മലയാള മൂവി തന്നെയാണെന്ന് തോന്നുന്നു, ഒരു മൂവി ഉണ്ട്. പക്ഷേ അതല്ല കേട്ടോ സംഭവം. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ പറയുക സെർച്ച് ചെയ്യുമ്പോൾ ആ മൂവി വരാനാണ് ചാൻസ് കൂടുതൽ. സോ 2005 എന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവി എന്നൊക്കെ അതിൽ കൂടെ സെർച്ച് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ മൂവി കിട്ടുക. ഞാൻ മൂവി കണ്ടപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മുടെ മലയാളം മൂവി എങ്ങാനും ഹിന്ദിയിലോട്ട് ചെയ്താണെന്ന്. അപ്പോൾ ഇതാണ് മൂവിയുടെ നെയിം. സോ ജെനിഫർ ഗാർണർ, പിന്നെ എന്താ ക്രിസ്റ്റീൻ പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. ഞാൻ ഇതിൽ എനിക്ക് അങ്ങനെ പരിചയമുള്ള ആളുകളൊന്നുമില്ല, കണ്ട് പരിചയമില്ല. ബട്ട് എനിക്കിതിൽ ഒരു എന്താ പറയുക കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഗേൾ ക്യാരക്ടറിന് തന്നെയാണ്. എങ്ങനെ ഐ തിങ്ക് ജെനിഫർ ഗാർണർ എന്നാണ് മാമിൻ്റെ പേര്. ഓക്കെ, സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആളുടെ ഒരു ക്യൂട്ട്നെസ് ആയിട്ടുള്ളൊരു ആക്ടിങ് ആയിരുന്നു. ബട്ട് എന്താ പറയുക ഭയങ്കര സ്ട്രോങ് ആൻഡ് പവർഫുള്ളാണ്, അത് വേറെ കാര്യം. സോ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. പിന്നെ ഒന്ന് കണ്ടു നോക്കും, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ പോയി എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. സോ പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സജസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ പിന്നെ ഞാൻ ഇപ്പോൾ 2 ദിവസം ഞാൻ ഇട്ട വീഡിയോനെ കുറിച്ച് ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക കൺഫ്യൂഷൻ ഉണ്ടാവും. ബിക്കോസ് ഒരു മലയാളം ചാനലിൽ ഇങ്ങനെ ഹിന്ദി വീഡിയോസ് വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇടുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക എനിക്ക് കുറേ ആയിട്ട് ഇങ്ങനെ അവർ ഹിന്ദി സജഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ഐ മീൻ പ്ലീസ് ഹിന്ദിയിൽ വീഡിയോ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇങ്ങനെ മൂവി സജഷൻ വീഡിയോസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് യൂട്യൂബിൽ കമൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു 2 വീഡിയോ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് ഇന്നലെയും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇടുന്നത്. പക്ഷേ ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ കറക്റ്റാണോ ആ ഹിന്ദി പ്രൊണൗൺസിയേഷൻ അല്ലെങ്കിൽ ആ വേർഡ്സ് അതൊന്നും എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. ബട്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നൊരു ഹിന്ദി എനിക്കറിയാം. സോ ആ ഒരു പരിചയം വെച്ചിട്ട് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് മിക്സ്ഡ് ഒരു വീഡിയോ കൂടി ചെയ്തതാണ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു അത്? നിങ്ങൾക്ക് ഹിന്ദി ഒക്കെ അറിയാം. പിന്നെ ഇംഗ്ലീഷിലും കുറച്ച് ഞാൻ അത്യാവശ്യം സംസാരിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയായിരിക്കും തോന്നുന്നു, അറിയാത്ത വേർഡ്സൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മലയാളി ആണെങ്കിലും കണ്ടാൽ ഡെഫിനറ്റ്ലി മനസ്സിലാവും. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അങ്ങനെ അല്ലെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഹിന്ദി അറിയുന്നത് ഡെഫിനറ്റ്ലി അതിലെ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരാൻ നോക്കാം. ഓക്കെ, മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒരു ദിവസം എണീറ്റപ്പോൾ നൈറ്റിലാണ് തോന്നുന്നു നമ്മുടെ SRK's ഒരു മൂവി റിലീസിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നത് ഹിന്ദിയിലൊരു വീഡിയോ ചെയ്യൂ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ 2 ദിവസം ഹിന്ദിയിലൊരു ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ചെയ്തത്. ഓക്കെ, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. നമ്മൾ മലയാളം വീഡിയോസ് വിടും. പിന്നെ അതിന് നല്ല വ്യൂസ് കിട്ടുകയാണ്, നല്ല ഒരു എന്താ പറയുക ഒരു അഭിപ്രായമൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഇതിൽ തന്നെ പ്രത്യേകം ഒരു അണ്ടർലൈൻ കൊടുത്തിട്ട് ഹിന്ദിയിലാണ് ഉള്ളത് കൊടുത്തിട്ട് ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അല്ലെങ്കിൽ നമുക്കൊരു
അത് ചാനൽ തന്നെ തുടങ്ങാം എന്നാണ് ഇപ്പം എൻ്റെ ഒരു ആലോചന. വരുന്നത് നമുക്ക് അതിനെപ്പോലെ ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ സംഭവം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്ന ആരെയും വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ആക്ച്വലി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് സംഭവം. പിന്നെ ഈ വീഡിയോ മൂവി ഒന്ന് കണ്ടു നോക്കുക. മൂവിയുടെ പേര് ഇലക്ട്ര എന്നാണ്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. 2005 എന്ന് സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ഒന്നും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇത്രയേ ഉള്ളൂ. ബൈ.